ഇറ്റ്സ് മീ സവിത ജാർസ് ഫ്രം പൂത്തിരാൻസ്. നമ്മൾ ഇന്ന് കാണുന്നത് കലങ്കാരി ഫാബ്രിക് ആണ്. ഇത് വന്നിരിക്കുന്നത് 30s by 30s ആയിട്ടുള്ള ത്രെഡ് കൗണ്ടിലുള്ള ഫാബ്രിക് ആണ്. മാത്രമല്ല ഇതിന്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 48 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ. 47.5 48 ആണ് ഇതിന്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. അത്രയും ഇഞ്ചസ് ആണ് ഇതിന്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈസ് 139 റുപ്പീസ്, 139 രൂപയാണ് പെർ മീറ്റർ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് പ്യുർ കലങ്കാരി ഫാബ്രിക് ആണ്. നമ്മൾ എപ്പോഴും കൊണ്ടുവരുമ്പോൾ തന്നെ കോട്ടണിൽ കലങ്കാരി പ്രിന്റ് ഉള്ളതൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇത് അങ്ങനെയല്ല, കലങ്കാരി ഫാബ്രിക് ആണ്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് യൂസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. കാരണം ഇതൊരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് പോലെ വരുന്നത് കൊണ്ട് കളർ എന്താ പറയാ ബ്ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പ്യുർ കോട്ടൺ ആണ്, പ്യുർ കലങ്കാരി ആണ്. ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് കാണിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് നമ്മൾ ഈ കലങ്കാരി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളറിൽ തന്നെയാണ് ഇത് വരുന്നത്. ഒരു ലൈറ്റ് ആയിട്ടുള്ള സ്മോഗ്രേ കളറിനകത്തേക്ക് മെറൂണിഷ് ആയിട്ടുള്ള റെഡ് കളറിലുള്ള പ്രിന്റ് ആണ് കേട്ടോ. പ്യുർ കോട്ടൺ ആണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാ. ഈ കലങ്കാരി തന്നെ ഞാൻ 30s 40s 60s ഒക്കെ കൊണ്ടുവരാറുണ്ട്. ഇത് വന്നിരിക്കുന്നത് 30s ആണ്. അപ്പൊ അതായത് കുറച്ചും കൂടി തിക്ക് ആയിട്ടുള്ള ഫാബ്രിക്, ത്രെഡ് കൗണ്ട് കുറച്ചും കൂടി അടുപ്പിച്ചടുപ്പിച്ചായതുകൊണ്ട് ലൈനിങ്ങിന്റെ ആവശ്യം ഒട്ടും തന്നെ വരുന്നില്ല. ഞാൻ 60s ആണെങ്കിൽ ലൈനിങ് ഇടാതെ ചെയ്യാനാണ് പറയാറ്. അപ്പൊ ഇത് നമുക്ക് ഒട്ടും തന്നെ ലൈനിങ് ഇല്ലാതെ ചെയ്യാവുന്ന ഫാബ്രിക് ആണ് കേട്ടോ. ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് മാത്രമായിട്ട് നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. വലിയ ഫ്ലോറൽസും അതുപോലെ സ്റ്റാറും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് ഇത് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഡിസൈൻ കുറച്ചും കൂടി ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ ക്ലിയർ ആകുന്നതാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ഈ മെറൂണിഷ് ആയിട്ടുള്ള ഒരു റെഡ് കളറിലേക്ക് തന്നെയാണ്. അതിനകത്ത് ചെറിയ ഫ്ലവറൽ പ്രിന്റ് ആണ് കേട്ടോ. ഗ്രീനും യെല്ലോയും കൂടെ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിനകത്ത് പോകുന്നത്. സെയിം തന്നെയാണ് പ്രൈസ് 139 റുപ്പീസ് പെർ മീറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് കലങ്കാരിയുടെ തന്നെ ആ ഒരു എന്താ പറയാ എപ്പോഴും കാണുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ആ സെയിം ഡിസൈനിലേക്കാണ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളറും ബ്ലൂ കളറും ഒക്കെ കൂടെ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഞാനിത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണമെന്ന്. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട വിധമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ 3 ലിറ്റർ വെള്ളത്തിലേക്ക് കളർ ഗാർഡ് 3 അടപ്പ് ഒഴിച്ച് അരമണിക്കൂർ നമ്മുടെ ഫാബ്രിക് അതിനകത്ത് വെച്ച് മുക്കി വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രമേ ഡിറ്റർജന്റ് വാഷ് ചെയ്യാവൂ. അപ്പം നമ്മുടെ കളർ പോകാതെ തന്നെ നിന്ന് കിട്ടിക്കോളും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് മാത്രം. നെക്സ്റ്റ് വൺ, ഇപ്പം നമ്മൾ ഈ കണ്ട റെഡ് അല്ല, അതിലും കുറച്ചും കൂടെ ഒരു കുറച്ച് കളർ കുറഞ്ഞ ഒരു റെഡ് കളറാണ്. ഫ്ലോറൽ തന്നെയാണ്. നമുക്ക് ജാലി പാറ്റേൺ വരില്ലേ, ജയ്പൂർ പ്രിന്റിലെ ആ ഒരു സ്റ്റൈലിലാണ് ഇതിന്റെ പ്രിന്റ് പോകുന്നത്. എങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ബ്ലൂവും യെല്ലോയും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഇതിന്റെ ഡിസൈൻസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ സ്മോഗ്രയുടെ ഒരു കളറിലേക്കാണ്, അതും ഒരു ഓറഞ്ച് കളറും കൂടി ആയിട്ടുള്ള ഒരു കളറിലേക്കാണ് ഇതിന്റെ പ്രിന്റ് എല്ലാം തന്നെ പോകുന്നത്. ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം. ബേസ് കളർ ഒരു ചിക്കു ഷെയ്ഡിലേക്കാണ് കേട്ടോ. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ എല്ലാം തന്നെ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും റെഡ് കളറിലേക്കുള്ള കോമ്പിനേഷനിലാണ്. നമ്മൾ ഈ എന്താ പറയാ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ ഒരു ഡിസൈൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും ഈ ഒരു ഡിസൈൻ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇന്ന് നമ്മൾ കാണിക്കുന്നതിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇപ്പൊ ഈ കണ്ട ഒരു ഡിസൈൻ എന്നുള്ളത്. ബാക്കിയെല്ലാം ഫ്ലോറൽ പാറ്റേണിലുള്ളതായിരുന്നു. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നതും ജാലി പാറ്റേണിലുള്ള ഡിസൈൻ ആണ്. 1-2 ഡിസൈൻ ഒഴികെ ബാക്കിയെല്ലാം തന്നെ സെയിം കളർ കോഡിലാണ് വന്നിരിക്കുന്നത്. അതിനകത്തുള്ള പ്രിന്റിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ഇതിന്റെ ഡിസൈൻ എല്ലാം വരുന്നത്. നമ്മുടെ ക്യാമ്പ്രിക്കിനെക്കഴിഞ്ഞൊക്കെ കുറച്ചും കൂടെ സ്വെറ്റ് അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാ. ഇതിന്റെ പ്രത്യേകത 48 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. 139 രൂപ മാത്രമേ ഇതിന്റെ പ്രൈസ് പെർ മീറ്റർ വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.